ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി ഒരു വിദേശ ശക്തി പരാജയപ്പെടുന്നത് എന്നാണെന്ന് അറിയുമോ? 1741 തെക്ക് കന്യാകുമാരിക്കടുത്ത് കുളച്ചിലിൽ വെച്ചായിരുന്നു മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യത്തെ തോൽപ്പിച്ചത്. 1.5 പതിറ്റാണ്ടിന് ശേഷം മറ്റൊരു വിദേശ സൈന്യം കൂടി നമ്മുടെ മലയാള നാട്ടിൽ തോൽവി വഴങ്ങിയിട്ടുണ്ടത്രേ. നീലേശ്വരം കാര്യമൂലയിൽ കൊല്ലപ്പണിക്കാരനായ PP രവിയുടെ ആലയിലെ അടക്കല്ല് ആ കഥ നമ്മളോട് പറയും. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടി പകർത്തിയ ദൃശ്യങ്ങളോടെ. ഉലയൂതി കനലിൽ ചുട്ടുപഴിപ്പിച്ചെടുക്കുന്ന ഇരുമ്പ് ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തി പണിയായുധങ്ങളാക്കി മാറ്റുന്നത് ഈ അടക്കല്ലിൽ വെച്ചാണ്. ഇന്ന് അടക്കല്ലാണെങ്കിലും പണ്ട് 1756 അതൊരു ഉഗ്രൻ പീരങ്കിയായിരുന്നു. ഫ്രഞ്ച് സൈന്യം ഉപയോഗിച്ചിരുന്ന പീരങ്കി. 1756 ജൂൺ 22 പാലായിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ നീലേശ്വരത്തെ മൂന്നാംകൂർ രാജാവിന്റെ അനന്തരവൻ ഫ്രഞ്ച് സേനയെ പരാജയപ്പെടുത്തി. യുദ്ധത്തിൽ തോറ്റോടിയ ഫ്രഞ്ച് പട ഈ പീരങ്കി അവിടെ ഉപേക്ഷിച്ചു. മൂളികുളത്തിനടുത്ത് നൂറ്റാണ്ടുകളോളം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന പീരങ്കി 80 വർഷങ്ങൾക്ക് മുൻപാണ് അന്നത്തെ നാടുവാഴി രവിയുടെ പിതാവിന് ആലയിൽ ഉപയോഗിക്കുന്നതിനായി നൽകിയത്. ബ്രിട്ടീഷുകാരെ യുദ്ധകാലത്ത് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ഈ സാധനം നീലേശ്വരം രാജവംശക്കാർ ഈ പാരമ്പര്യമായിട്ട് കൊലപ്പണിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് ഈ പീരങ്കി എന്ന് പറയപ്പെടുന്നു. എത്രയോ വർഷക്കാലമായി നമ്മൾ തലമുറയായിട്ട് ഇത് കൊണ്ടാടുന്നു. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ഫ്രഞ്ചുകാർ മൂന്നാംകൂർ രാജാവിനോട് പരാജയപ്പെടുന്നത്. പ്രശസ്തമായ കർണാട്ടിക് യുദ്ധത്തിൽ നീലേശ്വരം പ്രദേശവും പങ്കാളികളായിരുന്നുവെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. എന്തായാലും ഫ്രഞ്ച് കൊളോണിയൽ കാലത്തിന് നീലേശ്വരവുമായി ഏറെ ബന്ധമുണ്ടെന്നതിന് ചരിത്രത്തിൽ നിരവധി തെളിവുകളുണ്ട്. അതിന്റെ മറ്റൊരു അവശേഷിപ്പാണ് ഇപ്പോൾ രവിച്ചേട്ടന്റെ ആലയിൽ അടക്കല്ലായി ഉപയോഗിക്കുന്ന ഈ പഴയ പീരങ്കി. റിപ്പോർട്ടർ കാസർഗോഡ്.